Good morning, മക്കളെ. നമ്മൾ എക്സസൈസ് 2.1 പേജ് 24 ക്വസ്റ്റ്യൻ നമ്പർ 3 മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം. ലോവസ്റ്റ് ഫോമിലാക്കാനാണ്. മൾട്ടിപ്ലൈ ചെയ്യുക ലോവസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ രൂപത്തിൽ. അതായത് ഇംപ്രോപ്പർ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാമെങ്കിൽ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണെങ്കിൽ നിങ്ങളത് മിക്സഡ് ആക്കുക എന്നാണ്. നമുക്ക് ചെയ്യാം, അപ്പോൾ മനസ്സിലാവേ. ഫസ്റ്റ് വൺ ഞാൻ ഇവിടോട്ട് ചെയ്യാവേ. ഒരു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ 7 × 3/5 മൾട്ടിപ്ലൈ ചെയ്തോ. എന്തെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 ന്യൂമറേറ്റർ തമ്മിൽ 21. നിങ്ങൾക്ക് വേണേൽ 1 ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 ഉണ്ടെന്ന് മനസ്സിലാക്കി 1 × 5 5 എന്ന് എഴുതാം. അപ്പൊ ഇത് എന്ത് ഫ്രാക്ഷനാണ്? ഇംപ്രോപ്പർ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പൊ നമ്മൾ ഉടനെ എന്നാ ചെയ്യും? മിക്സഡ് ആക്കും. മിക്സഡ് ആക്കണേ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 21നെ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? 5 × 4 20, ബാലൻസ് 1, റിമൈൻഡർ 1. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് എന്നാ എഴുതും? കോഷ്യന്റ് ആയിരിക്കും നമ്മുടെ ഹോൾ നമ്പർ, റിമൈൻഡർ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 4 and 1/5. നമ്മൾ ഡിനോമിനേറ്റർ എപ്പോഴും ഡിനോമിനേറ്റർ തന്നെയായിരിക്കും കേട്ടോ, 5 തന്നെയായിരിക്കും കേട്ടോ, മാറിപ്പോലെ. സെക്കൻഡ് വൺ ഇതേപോലെ തന്നെ 4 × 1/3. സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇട്ടിട്ട് 4 × 1 4, 1 × 3 3. ഇതും ഒരു എന്താണ്? ഇംപ്രോപ്പർ ആണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പൊ നമ്മൾ ഉടനെ അവരെ ഡിവൈഡ് ചെയ്തു. 1 × 3 അല്ലേ, 3 അല്ലേ ഉള്ളൂ. പിന്നെ ആൻസർ എത്ര വരും? കോഷ്യന്റ് ആണ് നമ്മുടെ ഹോൾ നമ്പർ, റിമൈൻഡർ നമ്മുടെ ന്യൂമറേറ്റർ. ഇത് 1 and 1/3 അല്ലേ? ഓക്കെ, അടുത്തത് മൂന്നാമത്തോടെ ചെയ്യാം. 2 × 6/7. അപ്പൊ ഇതെന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്തോ. ന്യൂമറേറ്റർ തമ്മിൽ 6 × 2 12, 1 × 7 7. ഇതും എന്താണ്? ഇംപ്രോപ്പർ. 12/7. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. അപ്പൊ 7 കൊണ്ട് ഒരു പ്രാവശ്യമുള്ളൂ അല്ലേ? ഒരു 7 4. അപ്പം 7 3 10 7 5 3. അപ്പൊ ആൻസർ എത്ര വരും? നമ്മുടെ 1 കോഷ്യന്റ്, ഇത് 5 7. അപ്പം 1 and 5/7. അറിയാലോ ചെയ്യാൻ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ, വെറുതെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ മിക്സഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനൊന്ന് മിക്സഡ് ആക്കുക, ചെറുതാക്കുക. ഇത്രയേ ഉള്ളൂ. 3 നാലാമത്തെ നോക്കാവേ. ഫോർത്ത് വൺ 5 × 2/9. ഇതിനെങ്ങനെ ചെയ്യും? 1 ഇട്ട് കൊടുത്തു. 5 × 2 10, 1 × 9 9. ഇതും എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഒരു പ്രാവശ്യം. 1 നമ്മുടെ ആൻസർ കോഷ്യന്റ് ആയിരിക്കും, നമ്മുടെ ഹോൾ നമ്പർ, റിമൈൻഡർ ആയിരിക്കും ന്യൂമറേറ്റർ. ഇത് തന്നെ 1 and 1/9. ഫിഫ്ത്ത് വൺ നോക്കാം. 2/3 × 4. ഇവിടെ നമ്മൾ 1 കൊടുത്തു. 4 × 2 8, 1 × 3 3. എല്ലാം ഇംപ്രോപ്പർ ആയിട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇംപ്രോപ്പറിനെ പ്രോപ്പർ ആക്കണ്ടേ? അപ്പം പ്രോപ്പർ ആക്കാൻ പറ്റില്ല. എന്താക്കുന്നത്? മിക്സഡ് ആക്കാം. ഓക്കെ, 3 എത്രയാണ്? 3 6 2. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഇതിവിടെ എഴുതും. 2 സൈഡില്, റിമൈൻഡർ 2, ഇത് 3. 2 and 2/3. നിങ്ങൾക്ക് അറിയാമല്ലോ, മിക്സഡ് എടുത്ത് എഴുതാൻ അറിയാമല്ലോ. ഓക്കെ, സിക്സ്ത് വൺ നോക്കാവേ. 5/2 × 6. ഇത് നോക്കി, നമുക്ക് വേണം മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? 1 ഇട്ട് 5 × 6 30/2. 30/2 എന്നാണ്? 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 50 അല്ലേ? 15 ആൻസർ കിട്ടും. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇതിനെ ചെറുതാക്കാം. എത്രയാണ് നോക്കിയേ? ന്യൂമറേറ്റർ 6, ഡിനോമിനേറ്റർ 2 കിടക്കുന്നു. രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യല്ലേ? 1 × 2 3 × 2 6. അപ്പൊ നോക്കിയേ 5 × 3 15. ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഈ ചെയ്ത പോലെ അങ്ങ്
ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം. അപ്പം ഇനി അടുത്തത് 6 വരെ ചെയ്തു നമ്മളല്ലേ. അടുത്തത് 7. 11 ഇൻറ്റു 7th വണ്ണാണ്. 11 ഇൻറ്റു 4/7. മുമ്പത്തെ ഇതൊന്നും ക്യാൻസൽ ആകാനൊന്നുമില്ല അല്ലെ, ആരുടെ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. അപ്പം 11 ഇൻറ്റു 4 44. 1 ഇൻറ്റു 7 7. ഇത് ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഇംപ്രോപ്പർ അല്ലേ. 44 ന്യൂമറേറ്റർ വന്നു, 7 ഡിനോമിനേറ്റർ വന്നു, അപ്പൊ ഇംപ്രോപ്പർ ആണ്. അപ്പൊ 7 കൊണ്ട് സോറി അല്ല ഇറ്റല്ലല്ലോ 42. ബാലൻസ് എത്ര വരും? 4 ഇൻറ്റു 2 ഒക്കെ 2. അപ്പൊ ആൻസർ എത്രയല്ലേ ഉള്ളൂ. അപ്പം ഇതായിരിക്കും നമ്മുടെ ഹോൾ നമ്പർ. റിമൈൻഡർ 2, ന്യൂമറേറ്റർ ആകും 7 6 and 2/7. ഓക്കെ, 8th വൺ നോക്കാം. 20 ഇൻറ്റു 4/5. ഓക്കെ, ഇവിടെ നോക്കിയേ, മുമ്പത്തെ പോലെ വേണമെങ്കിൽ 20ഉം 5ഉം മൾട്ടിപ്പിൾസ് ആണ്. 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 4 40, 4 ഇൻറ്റു 4 1 ഇൻറ്റു 1 1 ആണ്. 8/1 എന്ന് പറഞ്ഞാൽ 8 ആണ്. നേരിട്ട് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 20 ഇങ്ങനെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 4 80/5. 80 അല്ല 80. സോറി ഇവിടെ 4 ഇൻറ്റു 4 എത്രയാണ്? 16. 16/1 16 തന്നെയാണ്. സോറി. അപ്പൊ ഇവിടെ നോക്കിയേ, 80 വരുമ്പോഴത്തേക്കും 80/5 എത്ര വരും? 5 അപ്പൊ ഇസ് ഈക്വൽ ടു 16. 16 ആയിരിക്കും ആൻസർ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത 9th വൺ നോക്കാം. ഇതെല്ലാം സിമ്പിൾ ആണ് മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളല്ല. 13 ഇൻറ്റു 1/3. ഇതൊന്നും മൾട്ടിപ്പിൾസ് ഒന്നും കിടപ്പില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ തമ്മിൽ 13 ഇൻറ്റു 1 30. ഡിനോമിനേറ്റർ 1 ഇൻറ്റു 3. ഇപ്പൊ 13/3 ഇംപ്രോപ്പർ അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 3 12 അല്ലേ. അപ്പോ 4 കോഷ്യന്റ് ഹോൾ നമ്പർ ആകും, റിമൈൻഡർ 1 ന്യൂമറേറ്റർ ആകും 3. 4 and 1/3. ഒരെണ്ണം കൂടെ 15 ഇൻറ്റു 3/5. മുമ്പേ പറഞ്ഞതുപോലെ 15ഉം 5ഉം മൾട്ടിപ്പിൾസ് ഉണ്ടോ നോക്കണം. അവിടെ വെച്ച് തന്നെ ചെയ്യുന്ന എളുപ്പം കേട്ടോ, മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്യാം. 5 ഇൻറ്റു 1 5, 15 3. ഇനി ന്യൂമറേറ്റർ 3 ഇൻറ്റു 3 9, 1 ഇൻറ്റു 1 1. ആൻസർ 9 എന്ന് വേണം എഴുതാം, അല്ലെങ്കിൽ മുമ്പത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 15 ഇൻറ്റു 3 എത്രയാണ്? 45. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം മക്കളെ, സിമ്പിൾ ആണ്. വെറുതെ മൾട്ടിപ്ലിക്കേഷൻ ഏതാണ് നമുക്കറിയാം. ഹോൾ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ഡിനോമിനേറ്റർ തമ്മിൽ. ഡിനോമിനേറ്റർ ഇവിടെ ഹോൾ നമ്പറിനില്ല, വേണം 1 ഇട്ട് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കുക, കിട്ടുന്ന ആൻസർ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടുന്ന ആൻസർ ഇംപ്രോപ്പർ ആയിരിക്കും. അതിനെ നിങ്ങളൊന്ന് മിക്സഡാക്കി വെക്കാം. മിക്സഡാക്കാൻ അറിയാം, വെറുതെ ഡിവൈഡ് ചെയ്താൽ മതി. കോഷ്യന്റ് എടുത്ത് ഹോൾ നമ്പറായിട്ട് കൊടുക്കുക, റിമൈൻഡർ എടുത്ത് ന്യൂമറേറ്ററും മറ്റേതെടുത്ത് ഡിനോമിനേറ്റർ ആയിട്ടും കൊടുക്കുക. അത്രയുള്ളൂ മക്കളെ, മനസ്സിലായില്ലേ? ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയെല്ലാം താനെ ചെയ്തോളാം. മെത്തേഡ് മനസ്സിലാക്കിയത്. അപ്പം ആദ്യത്തെ ഒരെണ്ണം നോക്കുക, ചെയ്ത് നോക്കുക, ബാക്കിയെല്ലാം തന്നെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ചെയ്യണം. ഓക്കെ, തന്നെ ചെയ്യുന്ന എനിക്ക് ഉറപ്പ് തരണം. ഓക്കെ മക്കളെ, ഇഷ്ടപ്പെട്ടില്ലേ? പഠിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.